ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചക്കയൊക്കെ തീരാറായില്ലേ? നമുക്കൊരു ചക്കയട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 100 ഗ്രാം ശർക്കര എടുത്ത് നന്നായിട്ടൊന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു അരമുറി ചക്ക എടുത്ത് കുരുവൊക്കെ കളഞ്ഞ് അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മിക്സിയുടെ വലിയൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി വെച്ച് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ചക്കച്ചോള ഒത്തിരി വലുതല്ല, ഒരു മീഡിയം സൈസ് ചോള ആയതുകൊണ്ട് ഞാൻ അതേപോലെ തന്നെ അരച്ചത്. അത് നമുക്കൊരു ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ള ചക്കയും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം അതേപോലെ തന്നെ. അപ്പം അതിലും ഒരു 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ മൂടിയൊക്കെ അടച്ച് നമുക്കൊന്ന് അടിച്ചെടുത്താലോ, നല്ല പേസ്റ്റ് പോലെ. അതുകൂടി അടിച്ച് നമ്മൾ ചീനിച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം വേണ്ട, അപ്പം കുറുകി വരാൻ കുറേ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് അരയാനുള്ള രീതിയിലുള്ള വെള്ളം മാത്രം വെച്ചാൽ മതി. അതിനുശേഷം ഞാനിവിടെ നേരത്തെ ചെറുതായിട്ട് ചിരണ്ടി വെച്ച നമ്മുടെ ശർക്കര ഇട്ട് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിക്കാം. നമ്മുടെ ചീനിച്ചട്ടിയിൽ നമ്മൾ ചക്ക അടിച്ച് വെച്ചാൽ അത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മുടെ ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കണമല്ലോ, അത് നമുക്ക് ഗ്യാസിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ചീനിച്ചട്ടിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചക്കക്കൂട്ട് അടിക്ക് പിടിക്കാതെ തുടരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതേസമയം തന്നെ ഒരു മുറി തേങ്ങ എടുത്ത് ചെറിയ കൊത്തുകളാക്കി എടുക്കാം. അതേപോലെ ഒരു മുറി തേങ്ങ എടുത്ത് നമുക്കൊന്ന് ചെറുതായിട്ട് തിരുകിയും കൂടി വെക്കാം. ഒന്ന് ചിരകി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചക്കക്കൂട്ടിൽ ഒന്ന് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണേ, അടിക്ക് പിടിച്ചു പോകും. ഒന്ന് നോക്കിയപ്പോൾ നമ്മുടെ ശർക്കരപ്പാന് റെഡി ആയിട്ടുണ്ട്. അതും കൂടി അരിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചക്കക്കൂട്ടിലേക്ക് ശർക്കരപ്പാനി അരിച്ചൊഴിച്ചില്ലെങ്കിൽ അതിനകത്ത് വല്ല മണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടയുണ്ടാക്കുമ്പോൾ മണ്ണ് ഇടയ്ക്കിടയ്ക്ക് കടിക്കില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് അരിച്ചൊഴിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിവിടെ ഒരു പാത്രം ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു പാത്രം ഗോതമ്പ് പൊടിയും കൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ ഗോതമ്പ് പൊടി ഇടാൻ നേരത്ത് എൻ്റെ ക്യാമറ ഒന്ന് ഓഫായി പോയത് കാരണമാണ് കിട്ടാഞ്ഞത്. അപ്പം അതുകൂടി ഇട്ട് നന്നായിട്ട് കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊരു ചെറിയ ചീനിച്ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്ക് ആ തേങ്ങാക്കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ആ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തേക്കണം, അല്ലെ കരിഞ്ഞു പോകും. അപ്പോൾ ഇളക്കി ഇതേപോലെ ഒന്ന് നോക്കാം. ഒരു ഗോൾഡൻ കളർ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഉടനെ തന്നെ അത് നെയ്യിൽ നിന്ന് മാറ്റാം. അപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇത് നമുക്ക് കോരി നമ്മുടെ ചക്കക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്നും വേണ്ടാത്തവരാണെങ്കിൽ അവോയ്ഡ് ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടില്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് തേങ്ങാക്കൊത്തോടെ ഇട്ട് കൊടുത്തത്. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാക്കൊത്തും ആ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തില്ല, അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്ത് അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ നല്ല ജീരകവും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 2-3 ഏലക്കയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഏലക്കയും ജീരകവും നന്നായിട്ട് പൊടിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തത്. നന്നായിട്ടൊന്ന് പൊടിച്ചതും കൂടി നമ്മുടെ ചക്കക്കൂട്ടിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തിരിങ്ങി വെച്ച ആ ഒരു മുറി തേങ്ങയില് അതും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല ഒരു മാവ് നല്ലൊരു പെർഫെക്റ്റ് ആക്കി എടുക്കാം. ചക്കയും നമ്മുടെ തേങ്ങാക്കൂട്ടും നമ്മുടെ ഗോതമ്പ് പൊടിയും നമ്മുടെ ശർക്കര എല്ലാം കൂടി നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഈ രീതിയിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വാഴയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഓരോ പിടി മാവ് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. കയ്യിലിടയ്ക്ക് വെള്ളം ഒന്ന് നനച്ചു കഴിഞ്ഞാൽ നല്ല നൈസായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. കയ്യിലൊട്ടി പിടിക്കുകയില്ല. കണ്ടില്ലേ, ഇതേ രീതി ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഇലയൊന്ന് മടക്കി എല്ലാം ഒന്ന് നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേസമയം തന്നെ നമ്മളിവിടെ ഗ്യാസ് കത്തിച്ച് നമ്മുടെ ഇഡലിത്തട്ട് വെച്ച് കൊടുക്കാം. ഇഡലിത്തട്ട് വെച്ച് അതിനകത്ത് ആവശ്യത്തിന് വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് തിളച്ച് വന്ന് നമ്മുടെ ചക്കയട അതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം മൂടിയൊക്കെ അടച്ച് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ നമ്മുടെ ചക്കയട റെഡി ആയോ എന്ന്. കണ്ടില്ലേ, നല്ല ആവി വിറക്കുന്നു. നല്ല മണവും ഉണ്ട് കേട്ടോ ചക്കയുടെ. അപ്പം നമുക്കൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയാലോ. നമ്മൾ എപ്പോഴും ചക്ക പഴുപ്പിച്ച് കഴിച്ച് മടുത്താണ്.
അപ്പൊ നമുക്ക് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. വൈകിട്ട് ചായയുടെ കൂടെ ആണെങ്കിൽ, രാവിലെ പലഹാരത്തിനാണെങ്കിൽ ഏറ്റവും നല്ലൊരു റെസിപ്പിയാണിത്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഓക്കെ, ബൈ, സീ യു.